ഓം ശ്രീ സായിരാം. പ്രശാന്തി നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം. സായി പ്രചോദനങ്ങൾ ജനുവരി 6, 2024. ശരിയായ ത്യാഗവും സേവനവും നമുക്കെങ്ങനെ പരിശീലിക്കാൻ സാധിക്കും? ഏതാനും ലളിതമായ നിർദ്ദേശങ്ങളിലൂടെ ഭഗവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രേമസ്വരൂപരെ, പണം വരും പോകും, പക്ഷേ സദാചാരം വരികയും വളരുകയും ചെയ്യും. പണം സമ്പാദിക്കുന്നതിൽ വലിയ മഹത്വമൊന്നുമില്ല. വിശാലമായ സാമ്രാജ്യങ്ങൾ അടക്കി ഭരിച്ചിരുന്ന പണ്ടത്തെ മഹാരാജാക്കന്മാർക്ക് എന്തു സംഭവിച്ചു? ലോകം വിട്ടുപോകുമ്പോൾ ചില്ലിക്കാശെങ്കിലും കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചുവോ? ഇല്ല. അതിനാൽ സമ്പാദിച്ച പണം മാനവകുലത്തിന്റെ നന്മയ്ക്കായി വിനിയോഗിക്കുക. നിങ്ങളുടെ ധനത്തിന്റെ പേരിൽ അഹങ്കരിക്കരുത്. ത്യാഗത്തിൽ മാത്രമാണ് മഹത്വം കുടികൊള്ളുന്നത്. ത്യാഗം മാത്രമാണ് അമരത്വം നൽകുന്നത്. നിങ്ങളുടെ ഗ്രാമങ്ങളിൽ സേവനം ചെയ്യുക. സേവനമെന്നാൽ റോഡുകളും ക്ഷേത്രങ്ങളും ശുചീകരിക്കുകയും പാവങ്ങളെ ഊട്ടുകയും ചെയ്യുക എന്നു മാത്രം അർത്ഥമാക്കുന്നില്ല. ഒരുവന്റെ ഉത്തരവാദിത്വം ആത്മാർത്ഥമായി നിർവഹിക്കുന്നതാണ് ശരിയായ സേവനം. വാങ്ങുന്ന ശമ്പളത്തിനനുസൃതമായി ജോലി ചെയ്യുക. അതാണ് രാഷ്ട്രത്തിനുള്ള സേവനം. ഒരു സാഹചര്യത്തിലും നിങ്ങൾ സർക്കാരിന് നഷ്ടം വരുത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. സർക്കാരിനെ കടമെടുക്കാൻ നിർബന്ധിതരാക്കുന്നത് നമ്മളാണ്. എന്തെന്നാൽ നമ്മൾ വേണ്ടത്ര രീതിയിൽ നമ്മുടെ പങ്കു വഹിക്കുന്നില്ല. സായി സംഘടനയിൽ അംഗമായിട്ടുള്ളവർ കഠിനമായി പൂർണ്ണ ഹൃദയത്തോടെ ജോലി ചെയ്യണം. പ്രേമസ്വരൂപരെ, പ്രേമം വളർത്തുക. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക. സമൂഹത്തെ സേവിക്കുക. അപ്പോൾ ഈശ്വരൻ നിങ്ങളിൽ വേണ്ടത്ര ശക്തിയും സന്തോഷവും ചൊരിയും. നിങ്ങളുടെ നിത്യജോലികൾ ആത്മാർത്ഥമായി നിർവഹിക്കുന്നതും നിങ്ങളുടെ ഹൃദയം പ്രേമത്താൽ നിറയ്ക്കുന്നതും ഈശ്വര സാന്നിധ്യത്തെ അനുഭവിക്കുന്നതും യഥാർത്ഥ ശരണാഗതിക്ക് സമാനമാണ്. 1998 നവംബർ 20 ഭഗവാൻ നടത്തിയ ദിവ്യപ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം. സായിയോടൊപ്പം സായിക്കു വേണ്ടി സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു. ജയ് സായിരാം.